സോ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ എവിടെയും പോയിട്ടുള്ള അടുത്ത മൂവി റിവ്യൂ. മൂവിയുടെ പേര് പേര് ഷടാ പേര് ഗുണ്ടല പുരാണം. നല്ല അടിപൊളി പൊളപ്പൻ പേരാണ് സിനിമയ്ക്ക് ഇടാൻ പറ്റിയത്. എൻ്റെ ഒരു ചങ്ങാതി വിളിച്ച് ചോദിച്ചു, അതിൻ്റെ അടുത്ത മൂവി റിവ്യൂ ഏതാണ് നിൻ്റെ പടം? അപ്പോൾ ഞാൻ പറഞ്ഞു കുണ്ടല പുരാണം. അപ്പോൾ അവൻ ചോദിച്ചു, അങ്ങനത്തെ പടമൊക്കെ ഇറങ്ങി പോയെന്നുള്ളത്. അവൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു പടം വന്നു പോയത്. നിങ്ങളും അറിഞ്ഞിട്ട് കാണത്തില്ല ഇങ്ങനത്തെ ഒരു പടം വന്നു പോയ കാര്യം. ഇന്ദ്രൻസിൻ്റെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ ഇത് കാണാനുള്ള കൗതുകം തോന്നി, കയറി കണ്ടു. സംഭവം ഇന്ദ്രൻസിൻ്റെ ഒരു ഇമോഷണൽ സൈഡ് അങ്ങോട്ട് മാറി വെതറിയിട്ടുണ്ട് പടത്തിൽ. പക്ഷേ കോമഡി എലമെൻറ്റ് അതിനുള്ള സ്കോപ്പും സമയം ഉണ്ടായിട്ടും കൂടിയിട്ട് അത് മാത്രമാണ് ഈ ഒരു സിനിമയിലൊരു ഡ്രോബാക്ക്. അതൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. തുടക്കത്തിൽ കുറച്ചൊക്കെ ഒന്ന് കാണിച്ചിട്ട് അവസാനം അങ്ങോട്ട് ഫുൾ ഇമോഷണലാക്കി മാറ്റി. നൗ ഏറെക്കുറെ സിനിമ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇന്ദ്രൻസിൻ്റെ ആ ഒരു ഇമോഷണൽ മികവ്. ഹോം സിനിമ കണ്ടിട്ട് കാണുമല്ലോ, ഒന്ന് ഓർമ്മ കാണുമല്ലോ അതിൻ്റെ കഥ. സോ ഇതിൽ കൂടുതൽ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു ഇമോഷണൽ ടച്ച്. കാരണം ഇന്ദ്രൻസ് അത്രത്തോളം എന്താ പറയുക എം ടി മൈൻഡഡ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് തന്നെ മകളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. ആ മകൾക്ക് തൻ്റെ കാതിലുള്ള കമ്മൽ നഷ്ടപ്പെടുമ്പോണ്ടാകുന്ന ഒരു വേദന. സോ ഇത് നഷ്ടപ്പെടുന്നത് ആളുടെ കിണറ്റിലാണ്. സോ കിണറ്റിൽ ആളിങ്ങനെ കാവലായിട്ട് നിൽക്കുകയാണ്. രാത്രി കാലങ്ങളിൽ കള്ളന്മാർ അങ്ങനെ ഇറങ്ങി എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളൊരു പേടിയും അങ്ങനെയൊക്കെ വരുന്ന ഒരു ഇമോഷണൽ ടച്ച് ഏറ്റവും അവസാനം എടുത്ത് കൊടുക്കുന്നുണ്ട്. അതെൻ്റെയൊക്കെ എണ്ണയാണ്. അത് അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളാണ് സിനിമ പറയുന്നത്. ഡ്രോബാക്ക് കോമഡി തന്നെയാണ്. അതിനുള്ള സ്കോപ്പ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടും കൂടി അതിൽ നമ്മളൊക്കെ ശ്രദ്ധ വഹിച്ചില്ല. യെസ്, ദ സ്ക്രിപ്റ്റ് റൈറ്റർ ഐ വിൽ ഷൂട്ട് ഹിം. അത് അവൻ ചെയ്ത മിസ്റ്റേക്കാണ്, അവൻ ചെയ്ത ഒരു കുഴപ്പമാണ് ഈ സിനിമയിൽ ഇതൊക്കെ അറിയാണ്ടായി പോയത്. ആരും അറിഞ്ഞിട്ടില്ല ഈ ഒരു പടം ഇറങ്ങി വന്ന് പോയത് ഉള്ള കാര്യം തന്നെ പറയാമല്ലോ. ബട്ട് ഐ എൻജോയ്ഡ് വാച്ചിങ് ദിസ് മൂവി. ഇന്ദ്രൻസ് ലൈം ലൈറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പടം കാണാൻ ഞാൻ മുതിർന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ മൂവി റിവ്യൂ കാണാൻ തന്നെ തീരുമാനിച്ചത് ഇന്ദ്രൻസിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ടായിരിക്കും. സോ ഗൈസ്, ദിസ് മൂവി ഈസ് എ വാച്ചബിൾ ആൻഡ് എന്താ പറയുക, ഇന്ദ്രൻസിൻ്റെ ആ ഒരു അഭിനയം മികവിനെ ഒന്ന് പ്രശംസിപ്പിക്കാൻ കിട്ടാവുന്ന ഒരു വഴി. അതൊക്കെ തന്നെയുള്ളൂ ഈ പടത്തിനെ കുറിച്ച് പറയാനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ പടത്തിന് അതേ ഗ്രാമീണതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. കാസർഗോഡ് എവിടെയാണ് സംഭവം നടക്കുന്നത്. സോ ആഴൊന്നും കണ്ടിരിക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവി, അത്രയ്ക്ക് എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ ഗൈസ്. സോ വേറെ മൂവി റിവ്യൂമായിട്ട് വരാം. വേറെ കുറേ എണ്ണങ്ങളുണ്ടല്ലോ. കാച്ച് ഗൈസ്, അറ്റിൽ ദെൻ നെക്സ്റ്റ് ടൈം.